ആഹാ, മോള് കഴിച്ചായിരുന്നോ? കഴിച്ചു. ആ പ്ലേറ്റിംഗ് തന്നെ, ഞാൻ കഴുകി വെച്ചോളാം. വേണ്ട പച്ചി, ഞാൻ കഴുകി വെച്ചോളാം. അതിന് തന്നെ മോളെ, ഞാൻ കഴുകാം. അമ്മ എന്തിനാ ഇങ്ങനെ നടന്ന് പണിയെടുക്കുന്നത്? എല്ലാവർക്കും വെച്ചോളമ്പെന്ന് പോരാഞ്ഞിട്ടേ ഇനി അവരുടെ പാത്രം കൂടെ കഴുകി വെക്കണം. ഓ, നീ കഴിച്ച പാത്രം ഞാനല്ലേ മോളെ കഴുകി വെക്കുന്നത്? ഞാൻ അമ്മയുടെ മരുമോളല്ലേ? ഇവക്കും ഉണ്ടല്ലോ അതുപോലെ ഒരു അമ്മായിയമ്മ. ഇവളെ ജീവനാണെന്ന് നടിക്കുന്ന ഒരു അമ്മായിയമ്മ. അവർക്കെന്താ പ്ലേറ്റ് കഴുകി വെച്ചാ? എന്റെ അമ്മയുടെ സ്നേഹേ അഭിനയൊന്നുമല്ല. അമ്മ എന്നെ ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കുന്നുണ്ട്. അതൊക്കെ നിന്റെ തോന്നലടി. സ്വന്തം മുൻ വലിയൊരു തെറ്റ് ചെയ്തപ്പോഴേ നീ കൂടെ നിന്നില്ലേ? അപ്പൊ പിന്നെ നിന്നെ സ്നേഹിക്കാതിരിക്കാൻ പറ്റൂ? തെറ്റെല്ലാവരും ചെയ്യാറില്ലേ നവ്യെ? അതിങ്ങനെ കൊട്ടിഘോഷിക്കേണ്ട കാര്യമുണ്ടോ? ദൈവത്തിന്റെ ഓരോ പ്രവൃത്തികൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. എത്ര പെട്ടെന്ന് അയാൾക്കുള്ള തിരിച്ചടി ദൈവം കൊടുത്തത്. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അയാൾ ജയിലിലായില്ലേ? അവൻ ജയിലിൽ കിടക്കുന്നതിന്റെ സങ്കടം മോൾക്ക് കുറഞ്ഞു വരുവാ. ആ സമയത്ത് നീ അതേപറ്റി ഓർമ്മിപ്പിക്കല്ലേ നവ്യെ? ഇന്നു മുതലാ അമ്മയ്ക്കും അബിക്കും ഒക്കെ ഇവളോട് സിമ്പതി തോന്നി തുടങ്ങിയത്. നിന്റെ വയറ്റിലൊരു കുഞ്ഞുള്ളോണ്ടേ എനിക്ക് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരുപാട് വിഷമം തോന്നേണ്ടതാ. പക്ഷെ അങ്ങനെ തോന്നില്ല. അതുപോലെയാ ഒരു ആപത്ത് വന്നപ്പോ നീ എന്നെ കൈവിട്ട് കളഞ്ഞത്. അങ്ങനെ കൈവിട്ട് കളയാനുള്ള കാരണമൊക്കെ ഈ നിൽക്കുന്ന ചേച്ചിയുടെ അമ്മായിയമ്മ ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. മോൾ അവള് പറയുന്നൊന്നും ശ്രദ്ധിക്കണ്ട. അമ്മായിയമ്മയും മരുമോളും കൂടെ ജയിലിൽ കിടക്കുന്നവന് വെളുപ്പിക്കാൻ നടക്കുക. എത്ര വെളുക്കുന്ന സോപ്പിട്ട് കുളിപ്പിച്ചാലും ശരി, ഇനി അവൻ വെളുക്കൂല. അയാൾ വീട്ടിലില്ലാണ്ടായപ്പോഴേ വീട്ടിനകത്തൊരു വെളിച്ചം വന്ന പോലുണ്ട്. നേരത്തെ മുറിയിന്ന് പുറത്തിറങ്ങിയ രാവിലെ വൈകുന്നേരവും അയാളെ കാണുമായിരുന്നല്ലോ. അതെനിക്ക് വല്ലാത്തൊരു വിഷമായിരുന്നു. ഇപ്പൊ ഏതായാലും അതിലൊരു ആശ്വാസം ഉണ്ട് എനിക്ക്. അയാൾ ഇനി കുറച്ചാൾ ജയിലിൽ കിടന്നാ മതിയായിരുന്നു. തിരിച്ചു വരാതിരുന്ന അത്രയും നല്ലത്. നവീനേട്ടാ, എങ്ങനെയുണ്ട് നന്ദു? അങ്ങനെ തന്നെ ഉണ്ട്. എല്ലിന് പൊട്ടലുള്ളതല്ലേ, അതുകൊണ്ട് അനക്കാൻ പറ്റില്ല. അനക്കിയാൽ ഉടനെ നീര് വരും. പിന്നെ ചെറുതായിട്ട് അമ്മയുടെ തോളിലൊക്കെ പിടിച്ച് നടക്കുന്നുണ്ട്. നന്ദു ഫുഡ് കഴിച്ചായിരുന്നോ? ഞാൻ കഴിച്ചു നവീനേട്ടാ. നവീനേട്ടൻ കഴിച്ചായിരുന്നോ? ഇല്ല, നന്ദുവിന്റെ കാലിന് പരിക്ക് പറ്റിയ ശേഷം ഒരു വിഷമം പോലെ. അതിനെന്തിനാ വിഷമിക്കുന്നേ? ഓ, മനസ്സിലായി. നവീനേട്ടന് വേണ്ടിയാണല്ലോ ഞാൻ ഗുണ്ടകൾക്കെതിരെ സാക്ഷി പറഞ്ഞത്. അപ്പോഴേ നവീനേട്ടൻ എനിക്ക് മുന്നറിയിപ്പ് തന്നതാ അവന്മാരെ സൂക്ഷിക്കണമെന്ന്. അതിന്റെ ഒരു വിഷമമുണ്ടല്ലേ? പിന്നെ വിഷമം കാണാതിരിക്കോ? ഞാൻ കേസ് ജയിക്കാൻ തന്നെ കാരണം നന്ദുവാ. അതിന്റെ തിരിച്ചടി കിട്ടിയത് നന്ദുവിനും. സാരമില്ല നവീനേട്ടാ, എന്റെ കക്ഷികൾക്ക് വേണ്ടിയല്ലേ നവീനേട്ടൻ വാദിച്ചത്. അതിന്റെ പേരിൽ ഇനി എന്തുണ്ടായാലും അതെനിക്ക് വിഷയമല്ല. ശരി നന്ദു, ഞാനിടയ്ക്ക് അങ്ങോട്ട് വിളിച്ചോളാം. ആയിക്കോട്ടെ. അല്ല, എന്റെ കാമുകൻ വിളിക്കുന്നില്ലല്ലോ. ഞാൻ ഇവിടെ ബോറടിച്ചിരിക്കുകയാണെന്ന് അവനറിയാം, എന്നിട്ടും വിളിച്ചില്ല. ഭയങ്കര ആയുസാണല്ലോ. അനി, നീ വിളിക്കുന്നില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോ തന്നെ നിന്റെ വിളി വന്നു. അപ്പൊ നീ എന്നെ കുറിച്ച് ആലോചിക്കാറൊക്കെ ഉണ്ടല്ലേ? പിന്നെ അല്ലാതെ വേറെ ആരെ കുറിച്ച് ഞാൻ ആലോചിക്കാനാ? പിന്നെ ഇപ്പൊ വേറെ ആള് വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ. നമ്മുടെ നവീനേട്ടൻ. അവ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് നിന്നെ ഇങ്ങനെ വിളിക്കുന്നേ? എന്താ വിളിച്ചാല് ഞാൻ ഫുഡ് കഴിച്ചോന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പൊ വെച്ചതേ ഉള്ളൂ. ഓ, അപ്പോ നിന്റെ എല്ലാ കാര്യങ്ങളും നവീൻ ഇപ്പൊ അന്വേഷിക്കുന്നുണ്ടല്ലേ? അന്വേഷിക്കുന്നുണ്ട്. ഇനിയിപ്പോ നവീനേട്ടൻ എന്നോട് പ്രേമാണോന്നൊന്നും അറിയില്ല കേട്ടോ. ഹലോ. ഏയ്, അതിനുള്ള ചാൻസ് ഒന്നുമില്ല. നിന്നോട് അവന് പ്രേമം ഉണ്ടെങ്കിൽ അത് എന്നോട് അവൻ പറയാതിരിക്കോ? എന്റെ അനി, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. നവീനേട്ടൻ ആള് നിന്നെ പോലൊന്നും അല്ല, മാന്യനാ. ഓ, അപ്പൊ എന്താ ഞാൻ മാന്യനല്ലേ? നീ മാന്യനാണ്, എന്നാലും നവീനേട്ടന്റെ അത്രയ്ക്കൊന്നുമില്ല. നവീനേട്ടൻ ആള് പൊളിയല്ലേ? ശരി ശരി, ഞാൻ നിന്നെ വിളിച്ചോളാം. എന്താ പെട്ടെന്ന് വയ്ക്കുന്നത്? അല്ലെങ്കിലും എത്ര അടുത്ത കൂട്ടുകാരനാണെങ്കിലും സ്നേഹിക്കുന്ന പെണ്ണ അവരെ പൊക്കി പറയുന്നത് ഒരുത്തനും ഇഷ്ടപ്പെടില്ല. അതറിയാലോ. എന്തിനാ ഇത്രയ്ക്ക് അങ്ങ് പൊക്കി പറയുന്നേ? ഒരു കാര്യം ഓർമ്മ വേണം, കോടതിയില് നിന്നെയും നിന്റെ ബന്ധുക്കളെയും രക്ഷിച്ചതേ ആ മനുഷ്യനാ. അത് മാത്രാണോ? ഇനിയിപ്പൊ അനാമികയിൽ നിന്ന് നീ രക്ഷപ്പെടുന്നതും നവീനേട്ടൻ കാരണോ? അതിന്റെ നന്ദി എനിക്ക് മരണം വരെ അവനോടുണ്ടാവും. അങ്ങനെ തന്നെയാ എനിക്ക്. നവീനേട്ടൻ ചെയ്തു തന്ന സഹായങ്ങൾ ഈ ജന്മം മറക്കാൻ പറ്റുമോ? ശരിടി, ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം. ശരി. അവക്ക് അവനോട് നല്ല മതിപ്പാ. എന്ന് വെച്ച് അതിന് ഞാൻ വേറൊരു കളർ കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ അവന്റെ മനസ്സിലുള്ളത് നന്ദുവിനെ അറിയിച്ചു കഴിഞ്ഞാൽ അവിടെ അവളൊന്ന് പതറുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോഴും എന്നോടുള്ള ഇഷ്ടം കുറയില്ല. പക്ഷെ ഞങ്ങളുടെ വീട്ടുകാർ നവീന്റെ ഇഷ്ടം അറിഞ്ഞാൽ അവരത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. അതുകൊണ്ട് നവീന് നന്ദുവിനോടുള്ള ശ്രദ്ധ മാറ്റിയേ പറ്റും. എടാ, നീ ജയിലിൽ കിടന്ന കാര്യം പൊടിപ്പും തൊങ്ങലും വെച്ച് ചാനലിലും പത്രത്തിലും ഒക്കെ വന്നില്ലേ? അങ്ങനെയുള്ളപ്പോ ആദർശിന്റെ കാര്യം നാട്ടുകാരൊന്നും അറിയണ്ടേ? അത് ഞാൻ ഇപ്പൊ ഇവനോട് പറഞ്ഞതേ ഉള്ളൂ. അതിന് ചില സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ടമ്മേ. എന്ത് സാങ്കേതിക തടസ്സം? അതിന് നീയാണ് ഇതൊക്കെ പരസ്യപ്പെടുത്തിയതെന്ന് ആരെങ്കിലും അറിയോ? എടാ, അനാമികയോടും അവളുടെ അച്ഛനോടും ഇക്കാര്യം പറഞ്ഞാൽ മതി. അവര് പിന്നെ ബാക്കിയൊക്കെ അവരുടെ മനോധർമ്മം പോലെ പറഞ്ഞു പിടിപ്പിച്ചോളൂ. എടാ, നിന്റെ ജയിൽവാസം ആഘോഷിച്ചില്ലേ ഇവിടെ ചിലരൊക്കെ? അപ്പൊ പിന്നെ നിനക്കിത് ആഘോഷിച്ചാൽ എന്താ? നമ്മുടെ ആഘോഷങ്ങളെല്ലാം മനസ്സിൽ മതി മോനെ. പക്ഷെ ആദർശ് ജയിലിലാണെന്ന വാർത്ത പത്രത്തിലും ചാനലിലും ഒക്കെ വന്നാ ഇവിടെ നാണം കിടന്ന ചിലരുണ്ട്, അവന്റെ മുത്തച്ഛൻ ഉൾപ്പെടെ. അവരുടെ എല്ലാം വിഷമം കാണുന്നതൊക്കെ നമുക്കൊരു സന്തോഷമല്ലേ? മുത്തശ്ശന്റെ വിഷമം അല്ലമ്മേ, ഇവിടെ ഒരാളുണ്ടല്ലോ കാരണമില്ലാതെ അമ്മയുടെ കരണത്ത് തല്ലിയ ഒരാള്. ജയിലിൽ കിടക്കുന്ന ആളിന്റെ അമ്മ. അവരുടെ സങ്കടമായി എനിക്ക് കാണേണ്ടത്. നയനയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അതുകൊണ്ട് അവള് വിഷമിക്കുന്നതില് എനിക്ക് നേരിയ വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ എന്നോട് അവളും നന്ദും ഒക്കെ ചെയ്തത് വെച്ച് ആലോചിക്കുമ്പോഴുണ്ടല്ലോ എനിക്ക് അങ്ങനെ വലിയ സഹതാപമൊന്നും അവളോട് തോന്നുന്നില്ല. ഞാൻ എത്രയും പെട്ടെന്ന് ഈ വാർത്ത ചാനലിലും പത്രത്തിലും ഒക്കെ കൊടുക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യാം. എടാ, നമുക്ക് മൂന്നാൾക്കും ഈ വീടിനകത്തുള്ളവരെല്ലാം ഇപ്പൊ ശത്രുക്കളാ. ജാനകി പോലും ഇപ്പൊ മറുപക്ഷത്താ. അങ്ങനെയുള്ളപ്പോ നമുക്ക് അവരെയൊക്കെ അടിക്കാൻ ഒരു വടി കിട്ടിയാ അത് നമ്മൾ സമർത്ഥമായിട്ട് വിനിയോഗിക്കണ്ടേ? ഞാൻ ചെയ്യുന്ന കണ്ടില്ലേ? ജ്വല്ലറിയുടെ പരസ്യത്തിന് പോരുതെന്ന് എല്ലാരും പറഞ്ഞു. എന്നിട്ട് ഞാൻ കേട്ടില്ല. ഇനിയും ഞാൻ അവരുടെ പരസ്യം ചെയ്യും. അതെന്റെ ഒരു വാശിയാ. മൂർത്തീസ് ജ്വല്ലറിയുടെ MD ജയിലിലായി കഴിഞ്ഞു. ഇനി ഗൾഫ് നാടുകളിൽ മാത്രമല്ല, കേരളത്തിലുള്ള മൂർത്തീസ് ജ്വല്ലറിയുടെ ബ്രാഞ്ചുകളും തകരും. ആ തകർച്ചയ്ക്ക് ഞാൻ പങ്കാളിയാവുന്നുണ്ടെങ്കിൽ
അതെനിക്ക് സന്തോഷം തന്നെയാ. അത്രത്തോളം ഈ കുടുംബത്തിലുള്ളവർ എന്നെ കരയിപ്പിച്ചിട്ടുണ്ട്. അനി, ഈ നേരത്ത് നീ എങ്ങോട്ട് പോവാ? അത് പിന്നെ എനിക്ക് നവീനെ ഒന്ന് കാണുമായിരുന്നു. നവീനെ കാണാൻ തന്നെയാണോ പോകുന്നത്? ഏടത്തേക്ക് എന്താ സംശയം? വേണമെങ്കിൽ നവീനെ വിളിച്ചു ചോദിക്ക്. എന്നോട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോ നവീനെ പോയി കാണും. അത് കഴിഞ്ഞ് എങ്ങോട്ടെങ്കിലും പോവാൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഏയ്, എങ്ങോട്ട് പോവാനാ? അല്ല, കഴിഞ്ഞ ഒരു ദിവസം വീടിനകത്തൊരു കള്ളം കയറിയല്ലോ. ആ കള്ളനെ അനിയാണോന്ന് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്. വേറെ കൊണ്ടല്ല, അങ്ങനെ ഒരു മോഷണ ശ്രമം വീട്ടിൽ നടന്നിട്ടും SI സാർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ല. കംപ്ലൈന്റ് ചെയ്യാത്ത എന്റെ കുഴപ്പമാണോ? കുഴപ്പമാണ്. അനിയാണ് വീട്ടിനകത്ത് ചെന്നതെങ്കിൽ അവള് കംപ്ലൈന്റ് ചെയ്യോ? എന്റെ അടുത്തേയും ഞാനാണ് അവിടെ ചെന്നെങ്കില് കള്ളന്മാരെ പോലെ ഒളിച്ചും പാത്തും ചെല്ലേണ്ട കാര്യമുണ്ടോ? കാര്യമുണ്ട്. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ സമയത്തല്ലേ അനി അവിടെ ചെന്നത്? ആ സമയത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ചോദിക്കില്ലേ എന്തിനാ വന്നേന്ന്? അതുകൊണ്ട് അവളെ രഹസ്യമായിട്ടാ അനി കാണാൻ ശ്രമിച്ചത്. ഇനിയിപ്പോ ഏതായാലും അതിന് മെനക്കെടണ്ട കേട്ടോ. ഇപ്പൊ അവൾക്കൊപ്പം അമ്മയും കൂടി മുറിയിലുണ്ട്. അയ്യോ എടുത്തേയും, ഞാൻ നവീനെ കാണാൻ വേണ്ടി തന്നെ പോകുന്നേ. നന്ദുമായിട്ട് ഞാൻ സംസാരിച്ചിട്ട് തന്നെ ഇപ്പൊ കുറേയായി. അവൾക്ക് ആക്സിഡന്റ് പറ്റിയ ശേഷം അനി അവളെ വിളിച്ചിട്ടേ ഇല്ല. ആ, എന്ന് ചോദിച്ചാ അവളെന്റെ ഫ്രണ്ടാണല്ലോ, അതുകൊണ്ട് ഒരു തവണ വിളിച്ചായിരുന്നു. ഒരു തവണ വിളിച്ചോളോ? ആ, ഒരു തവണ വിളിച്ചോളൂ. പിന്നെ രാകേഷും വിഘ്നേഷും അവളെ കാണാൻ പോയായിരുന്നല്ലോ. അവര് വിവരങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അവര് പറയുന്ന വിവരങ്ങളൊക്കെ അനി അറിഞ്ഞാ മതി, അല്ലാതെ അങ്ങോട്ടൊന്നും പോണ്ട കേട്ടോ. അയ്യോ, ഞാൻ ആ പരിസരത്തോട്ട് പോലും പോകുന്നില്ല. പോരെ? ഞങ്ങൾക്കാർക്കും ഇക്കാര്യത്തിൽ മാത്രം അനിയെ അത്രയ്ക്ക് വിശ്വാസം പോരാ. ഞാൻ ഇനി ഏട്ടത്തിയോട് ഒരു തർക്കത്തിന് നിൽക്കുന്നില്ല. ദേ, അവിടെ ഒരാള് മുറിക്കകത്തിരുന്ന് ബോറടിക്കുക. ഏട്ടത്തി അങ്ങോട്ടിയല്ല. എത്ര സമയം വെച്ചാ ഏട്ടൻ ആ മുറിക്കകത്ത് ഒതുങ്ങിക്കൂടുന്നേ? അതെന്താന്ന് വെച്ചാ ഞാൻ ചെയ്തോളാം. പക്ഷെ എന്റെ അനിയത്തിയുടെ മുറിയിലേക്ക് അനി പോകണ്ട. എനിക്ക് അത്രേ ഉള്ളൂ. ദേ, വ്യക്തമായ തെളിവുകളോടെ ഞാൻ അവിടെ പോയെന്ന് ഏട്ടത്തി പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചുതരാം. അല്ലാതെ വെറുതെ അവളെ കാണുന്ന പോലെ ആഗ്രഹിക്കാത്ത ഒരാളോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഇങ്ങനെ മറഞ്ഞിരിക്കുന്നുണ്ട് ചിലരുടെ മനസ്സിൽ പറയാൻ പറ്റി. ഞാൻ ജയിലിൽ കിടക്കുന്ന വാർത്ത ചാനലിൽ വരാത്തോണ്ട് അപ്പച്ചിക്ക് നല്ല വിഷമമുണ്ട്. അഭിയോട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. ഒരു കാര്യം ഉറപ്പാ, എന്നെ ജയിലിലാക്കാൻ വേണ്ടി അഭിയും കൂട്ടു നിന്നിട്ടുണ്ട്. അവന്റെ സംസാരത്തിന് ഏതാണ്ടൊക്കെ വ്യക്തം. ഏതായാലും ഇത്രയൊക്കെയായി. 1-2 ദിവസം കൂടി ഇങ്ങനെ പോട്ടെ. അപ്പോഴേക്കും അവരുടെ പ്ലാൻ കുറച്ചുകൂടെ വ്യക്തമാവുമല്ലോ. അപ്പച്ചോട് അമ്മ സത്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അത് വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. പക്ഷേ കൃത്യസമയത്ത് തന്നെയാ അമ്മ അത് പറഞ്ഞത്. അല്ലെങ്കിൽ ആദർശേട്ടൻ ജയിലിൽ കിടക്കുവാണെന്ന് കരുതിയിട്ട് അത് ആഘോഷിച്ചേനെ അപ്പച്ചി. ഇനി ഇതുപോലൊരു ദിവസം ചിലപ്പോൾ നബിയുടെ അടുത്തും സത്യങ്ങൾ പറയേണ്ടി വരും. അവളും ബെല്ലും ബ്രേക്കും ഇല്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുവല്ലോ. അഭയും അവന്റെ അമ്മയൊക്കെ തെറ്റ് ചെയ്തവരല്ലേ ആദർശേട്ട? എന്നാൽ അതുപോലെ അല്ലല്ലോ എന്റെ ചേച്ചിയുടെ കാര്യം. കഥ അറിയാതെയല്ലേ ചേച്ചി ഓരോന്ന് പറയുന്നത്? ശരി ശരി, എല്ലാരും ഉറങ്ങിക്കാണും. നമുക്കൊന്ന് പുറത്തു പോയാലോ? പോണോ? ഒന്ന് പോവാന്നേ. പുറത്തൊക്കെ പോയി ഒന്ന് ചുറ്റിട്ട് വരാം. എന്നാ പിന്നെ നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ് പോയാൽ മതി. ഒന്നാമത് അനി ഇപ്പതേ പുറത്തേക്ക് പോയതേ ഉള്ളൂ. അവനെതിന് ഈ സമയത്ത് പുറത്തു പോയത്? എനിക്കറിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ കള്ളം കയറിയ കഥ പറഞ്ഞല്ലോ. ആ കള്ളൻ അനിയാണോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഇപ്പൊ അവൻ പോയതും എന്റെ വീട്ടിലേക്കാണോ എന്ന് പറയാൻ പറ്റില്ല. അവര് തമ്മിലുള്ള ബന്ധം തുടരുവാണല്ലേ? ഇതുപോലൊരു രാത്രി കറങ്ങാൻ പോയ നമ്മള് കടൽ തീരത്ത് വെച്ച് അനിയെ കണ്ടിരുന്നു. അവിടെയും നന്ദു വന്ന് കാണൂന്ന് നമ്മൾ സംശയിച്ചത് ശരിയാണെന്നാ എനിക്ക് തോന്നുന്നത്. നമുക്കേ എന്നാ വേഗം പോവാം. അവര് പോവാൻ സാധ്യതയുള്ളതൊക്കെ നമുക്ക് വെറുതെ ഒന്ന് ചുറ്റിക്കറാം. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. നന്ദുവിന് വയ്യാത്തോണ്ടേ എന്തായാലും അവക്ക് പുറത്തിറങ്ങാനൊന്നും പറ്റില്ല. പിന്നെ എന്റെ വീട്ടിലേക്ക് അനി പോവാന്നാ എന്റെ സംശയം. എന്തായാലും നീ പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറാം. ചില സാരി മാറ്റിയിട്ട് ചുരിദാർ ഇട്ടാ മതി. ശരി. പെൺകുട്ടികളുടെ സൈക്കോളജി നിനക്ക് അറിയാലോ. നീ ഒരു കവിയും കൂടി ആയതുകൊണ്ടാ ഞാൻ ഈ പറയുന്നത്. കവിതയൊക്കെ ഞാൻ ഉപേക്ഷിച്ചു. എങ്കിലും നിന്റെ ഹൃദയത്തിൽ കവിത ഉണ്ടല്ലോ. അപ്രതീക്ഷിതമായിട്ട് ഒരു പെൺകുട്ടി ആണിന്റെ പ്രണയം അറിയുമ്പോ അവളത് നിഷേധിച്ചെന്ന് വരും. പിന്നെ അത് അവളുടെ മനസ്സിൽ കിടന്ന് വർക്കൗട്ട് ചെയ്തതിന് ശേഷമായിരിക്കും അവൾ അത് സീരിയസ് ആയിട്ട് ആലോചിച്ചു തുടങ്ങുന്നത്. അതുകൊണ്ട് നീ ഇനി വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കാതെ അവളോട് നേരിട്ട് പറയുന്നതാ നല്ലത്. എടാ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവളോടൊന്നും പറയാൻ പറ്റില്ല. അതിനെന്താണോ തടസ്സം? അത് അവളുടെ അച്ഛനും അമ്മയും തന്നെ. അവളിപ്പോ ബെഡ് റെസ്റ്റ് അല്ലേ. ഈ സമയത്ത് അവളുടെ വീട്ടിൽ പോയി അവളോട് എങ്ങനെയാ പറയുന്നേ? അവള് അവിടെ നിന്ന് എഴുന്നേക്കട്ടെ. ഞാനാണെങ്കിൽ 1-2 തവണ അവിടെ പോയതാ. എനിക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ അവിടെ ചെല്ലുന്നത് അവൾക്ക് വലിയ ആശ്വാസം. അങ്ങനെ അവള് പറഞ്ഞോ? ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിക്കുന്ന സമയത്ത് എന്റെ പ്രസൻസ് അവൾക്ക് ചെറിയൊരു ആശ്വാസം കൊടുക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. നീ എന്റെ അഭിപ്രായം അല്ലെങ്കിലും നിന്റെ അഭിപ്രായമായിട്ട് എന്നെ കുറിച്ച് നീ അവളോട് പറഞ്ഞായിരുന്നല്ലോ. കല്യാണ ആലോചന നടത്തിയായിരുന്നല്ലോ. എന്നിട്ടും അവൾക്ക് എന്നോട് അകൽച്ചയൊന്നും തോന്നാത്തതുകൊണ്ട് അവൾക്ക് എന്നോട് എന്തോ ഒരു ഇഷ്ടമുണ്ടെന്ന് തോന്നിപ്പോവാ. എടാ, ഞാൻ അവളോട് നിന്നെ പറ്റി പറഞ്ഞപ്പോ ഒരിക്കലും നീ അവളെ ഒരു പെങ്ങളായിട്ട് അല്ലാതെ കാണുന്നില്ലെന്നാ അവള് പറഞ്ഞത്. അതുകൊണ്ടാ അവളോട് പറഞ്ഞ കാര്യം നിന്നോട് പറയണ്ടെന്ന് പോലും പറഞ്ഞത്. അവിടെയാണ് കുഴപ്പം പറ്റിയത്. അവളുടെ അത്തരം ചിന്തകൾ നീ തിരുത്തണം. ഞാൻ അങ്ങനെ അവളെ ഭാര്യയാക്കാൻ ആഗ്രഹിക്കില്ലെന്ന് അവൾ ചിന്തിക്കുന്നതുകൊണ്ടാ അവള് നിന്റെ അടുത്ത് പലതും ഒളിപ്പിച്ചു പറഞ്ഞത്. ഇതിപ്പോ നിന്നെ ഏൽപ്പിച്ചതുകൊണ്ട് വലിയ ഗുണമില്ലാതായി പോയിന്നാ എനിക്ക് തോന്നുന്നത്. ഇനി ഞാൻ നേരിട്ട് ചോദിച്ചാലോ എന്ന് ഒരു ആലോചന ഇല്ലാതെയില്ല. അല്ലടാ, നേരിട്ട് ചോദിച്ചിട്ട് പിന്നെ നോ പറയുകയാണെങ്കിൽ പിന്നെ അവളെ ഫേസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കില്ലേ? അതുകൊണ്ടാ ആ ജോലി നിന്നെ ഏൽപ്പിച്ചത്. എത്ര ദിവസമായി അറിയോ ഇതേപ്പറ്റി നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട്? അളിയാ, എങ്ങനെയെങ്കിലും അവളെ എനിക്കൊന്ന് നേടിത്തരാൻ നോക്കണം. ഇന്നേ വരെ നിന്നോട് ഞാൻ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. വിവാഹം എന്ന് പറയുന്നത് ആണിന്റെയും പെണ്ണിന്റെയും ലൈഫില് ഒരു ടേണിംഗ് പോയിന്റാ. അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ കിട്ടിയ നമ്മൾ പകുതി ജയിച്ചതാ. എടാ, നീ ഇതൊക്കെ ഇപ്പൊ പറയുന്നു. നിന്റെ വീട്ടിലേക്ക് അവൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ നിന്റെ അമ്മ പോരി തുടങ്ങും. അത് കണ്ടു നിൽക്കാൻ വലിയ പ്രയാസമായിരിക്കും. എടാ, അമ്മയും ഭാര്യയും തമ്മിൽ വഴക്കടിച്ചാൽ ചിലപ്പോ നിനക്ക് കോടതിയിൽ നിന്ന് വീട്ടിലേക്ക് വരാൻ പോലും തോന്നില്ല. എടാ, അതായത് വീടൊരു കോടതി ആക്കരുതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ നീ എന്നെ ഉപദേശിച്ച് നന്നാക്കാനുള്ള പുറപ്പാടിലാണോ? അല്ലളിയാ, ഞാൻ നടക്കാൻ സാധ്യതയുള്ള കാര്യം പറഞ്ഞേ ഉള്ളൂ. എന്റെ അമ്മയുടെ കാര്യം ഞാൻ സോൾവ് ചെയ്തോളാം. നീ നിന്നെ ഏൽപ്പിച്ച കാര്യം ആരും ചെയ്യും. നന്ദുവിന്റെ വീട്ടിൽ പോയപ്പോ അവളുടെ അച്ഛനും അമ്മയും വിവാഹക്കാരി എടുത്തിട്ടതാ. ആ നേരത്ത് എന്റെ നാവിൻ തുമ്പത്ത് 1-2 തവണ അവളുടെ പേര് വന്നതാ. പിന്നെ നീ പറഞ്ഞൊക്കെ ഓർത്തിട്ട് ഞാൻ നിയന്ത്രിച്ചതാ. അതൊരു കണക്കിന് നന്നായടാ. നിന്റെ അമ്മയ്ക്ക് ഈ ബന്ധം ഇഷ്ടമല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവളുടെ അച്ഛനും അമ്മയും
അമ്മയെ സമ്മതിക്കത്തില്ല, പ്രത്യേകിച്ച് അവളുടെ അച്ഛൻ. അങ്കിള് ആത്മാഭിമാനമുള്ള ആളാ. അതൊക്കെ എനിക്കറിയാം. പക്ഷെ നീ പലപ്പോഴും എന്നെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിനക്കൊന്ന് തോന്നരുത്. അവളോട് നിനക്കെന്തെങ്കിലും ഇഷ്ടമുണ്ടോ?